BJP സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ഇന്ന് BJP സംസ്ഥാന നേതൃത്വം പ്രഖ്യാപിച്ചു. ശ്രീ മോഹൻ ജോർജ് അവകാശവാദം ഉന്നയിച്ചത് കേരള കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാവ് എന്നുള്ളതാണ്. യാഥാർത്ഥ്യത്തിന് ഒട്ടും നിരക്കുന്നതല്ല. അത് തികച്ചും അപലപനീയമായ ഒരു പ്രസ്താവനയാണ്. കേരള കോൺഗ്രസിനെ അപകീർത്തിപ്പെടുത്താൻ നടത്തിയൊരു പ്രസ്താവനയാണ്. കേരള കോൺഗ്രസ് പാർട്ടിയുമായി ശ്രീ മോഹൻ ജോർജിന് യാതൊരു ബന്ധവുമില്ല. പാർട്ടിയുടെ ചെയർമാൻ ശ്രീ PJ ജോസഫ് സാർ നയിക്കുന്ന കേരള കോൺഗ്രസ് ആ പാർട്ടിയിൽ പ്രവർത്തിച്ച യാതൊരു പാരമ്പര്യവും ശ്രീ മോഹൻ ജോർജിനില്ല. മോഹൻ ജോർജ് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത് KSCയിൽ ശ്രീ മാണി സാർ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയിലും അതിൽ അദ്ദേഹം ചെയ്ത പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കുകയും അതിനുശേഷം കേരള കോൺഗ്രസ് പിള്ള ഗ്രൂപ്പിൽ ചേരുകയും ചെയ്തു. പിള്ള ഗ്രൂപ്പിൽ 14 വർഷത്തെ പ്രവർത്തനം നടത്തി പിള്ള ഗ്രൂപ്പും അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയുണ്ടായത്. പിള്ള ഗ്രൂപ്പ് കേരള കോൺഗ്രസിൽ അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി സ്ഥാനമായിരുന്നു. ആ ഒരു ഭാരവാഹിത്വമാണ് കേരള കോൺഗ്രസിൽ ആ സംവിധാനത്തിൽ അദ്ദേഹം വഹിച്ചിരുന്നത്. അതിനുശേഷം 2020 പാർട്ടിയുടെ നേതാവ് ശ്രീ ഫ്രാൻസിസ് ജോർജ് ജനാധിപത്യ കേരള കോൺഗ്രസ് പിരിച്ചുവിട്ട് ശ്രീ PJ ജോസഫ് നയിക്കുന്ന കേരള കോൺഗ്രസിൽ ചേർന്നപ്പോൾ ഇദ്ദേഹം ആ കാലത്ത് ഫ്രാൻസിസ് ജോർജിൻ്റെ ജനാധിപത്യ കേരള കോൺഗ്രസിൽ ആയിരുന്ന സ്ഥിതിയിൽ PJ ജോസഫുമായുള്ള കേരള കോൺഗ്രസിൽ ലയിച്ച സാഹചര്യത്തിൽ അദ്ദേഹം കേരള കോൺഗ്രസ് പാർട്ടിയോട് ചേർന്ന് പ്രവർത്തിച്ചു. ആ സമയത്ത് അദ്ദേഹത്തിന് പാർട്ടിയിൽ ചില സ്ഥാനമാനങ്ങൾ ധാരണയുടെ അടിസ്ഥാനത്തിൽ കൊടുത്തിരുന്നു. വീണ്ടും 2023 കേരള കോൺഗ്രസ് പാർട്ടി സംസ്ഥാന തലത്തിൽ മെമ്പർഷിപ്പ് വിതരണം ചെയ്ത് നടത്തിയ സംസ്ഥാന ഇലക്ഷനിൽ അദ്ദേഹത്തിന് പ്രവർത്തനമായി പാർട്ടിയോട് ചേർന്ന് പ്രവർത്തിക്കാത്ത സാഹചര്യത്തിൽ യാതൊരു സ്ഥാനമാനങ്ങളും ലഭിച്ചിരുന്നില്ല. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം വേണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നുവെങ്കിലും പാർട്ടി അത് നിരാകരിക്കുകയുണ്ടായത്. കാരണം അദ്ദേഹം ഒഫീഷ്യലായി മെമ്പർഷിപ്പ് സ്വീകരിക്കുകയോ മെമ്പർഷിപ്പ് പുതുക്കുകയോ ചെയ്യാൻ തയ്യാറായിരുന്നില്ല. ആ കാരണത്താൽ തന്നെ പാർട്ടിയുടെ യാതൊരു ഭാരവാഹിത്വത്തിലും അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിരുന്നില്ല. വീണ്ടും അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന നേതാക്കളുമായി നടത്തിയ ചർച്ചകളിൽ ഞാൻ പാർട്ടിയിൽ സജീവമായി പ്രവർത്തിക്കുമെന്നും കേരള കോൺഗ്രസിൻ്റെ ഒരു പതാക പുതച്ച് മരിക്കണമെന്നും ഒക്കെ വളരെ വികാരാധീനനായി ഞങ്ങളോട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ നോമിനേറ്റ് ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. ഒരു നോമിനേറ്റഡ് സംസ്ഥാന കമ്മിറ്റി എന്ന ഒരു പദവി മാത്രമാണ് കേരള കോൺഗ്രസിൽ അദ്ദേഹത്തിനുണ്ടായിരുന്നത്. പക്ഷേ പാർട്ടിയെ ഒരു നിർണായക സന്ദർഭത്തിൽ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് അദ്ദേഹം നടത്തിയ ഈ പ്രവർത്തനത്തെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി പരിപൂർണമായും അദ്ദേഹത്തെ പാർട്ടിയുടെ എല്ലാ സ്ഥാനമാനങ്ങളിൽ അല്ലെങ്കിൽ പാർട്ടിയുടെ ഉള്ള സ്ഥാനത്തിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് രാവിലെ തന്നെ പത്രക്കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹത്തോട് കൂടെ നിൽക്കുന്ന പാർട്ടിയുടെ ഏതെങ്കിലും വ്യക്തികൾ കേരള കോൺഗ്രസുമായി ബന്ധമുള്ള ഒരു നേതാവും ഈ നിലമ്പൂർ മേഖലയിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത. ആ കാരണം കൊണ്ട് തന്നെ കേരള കോൺഗ്രസിൻ്റെ ലേബൽ ഉപയോഗിച്ച് അദ്ദേഹം നടത്തുന്ന എല്ലാവിധ അവകാശവാദങ്ങളും അസത്യവും കള്ളപ്രചരണവുമാണെന്ന് ഞാൻ വ്യക്തമായി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. യെസ്, ഒഴിവാക്കി എന്നല്ല പറയുന്നത്. അത് അദ്ദേഹം ഈ സ്ഥാനങ്ങൾ പാർട്ടിയുടെ ഔദ്യോഗിക തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഒരു സ്ഥാനവും ലഭിക്കാതെ വന്ന സാഹചര്യത്തിൽ അദ്ദേഹം പാർട്ടിയോട് മാപ്പ് അപേക്ഷിക്കുകയും എന്നെ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ 40 വർഷത്തെ പാരമ്പര്യമൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഉൾപ്പെടുത്തണം എന്നുള്ള ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഒരു കത്ത് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ഒരു നോമിനേറ്റഡ് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗമല്ല, നോമിനേറ്റഡ് അംഗമായിട്ട് പാർട്ടി അംഗീകരിച്ചത്. അതാണ് അദ്ദേഹത്തിന് BJPക്ക് തന്നെ കേരളത്തിലും തന്നെ അല്ലെങ്കിൽ നിലമ്പൂരിൽ എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടിക്ക് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താനില്ലാതെ അവർ ഇങ്ങനെ സ്ഥാനാർത്ഥി ദാരിദ്ര്യം മുഖാന്തരം എല്ലാ മേഖലകളിലും അവർ പൈസയും പദവിയും നൽകി അവർ പാർട്ടി സ്വീകരിക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യാനാണ്? അത് തികച്ചും BJP എന്ന പാർട്ടിയുടെ സമ്പൂർണ്ണ പരാജയമാണ്. അദ്ദേഹം യാതൊരുവിധ സൂചനകളും നൽകിയിട്ടില്ല. ഒന്നാമത് അദ്ദേഹം കഴിഞ്ഞ 4 വർഷമായി കേരള കോൺഗ്രസ് പാർട്ടിയിൽ യാതൊരുവിധ പ്രവർത്തനങ്ങൾക്കും സജീവമല്ല. പാർട്ടിയുടെ ജില്ലാ ക്യാമ്പ് നടന്നു, മറ്റ് ജില്ലാ മേഖലകളിലും സ്വീകരണ കേന്ദ്രങ്ങളിലെ പല മേഖലകളിലും പാർട്ടി പരിപാടികളിൽ ഒരു മേഖലയിലും അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. അദ്ദേഹം ഒരു പാർട്ടി പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു പദവി വാങ്ങി ഞാൻ ആ പാർട്ടിയിലാണ് എന്ന അവകാശവാദം മാത്രമേ ഉന്നയിക്കുന്നുള്ളൂ.
ഇന്ന് രാവിലെ ആവേണ്ടി വന്നു നിങ്ങൾക്ക് ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കാൻ ഈ പാർട്ടിയുമായിട്ട് ഒരു ബന്ധമില്ല, സ്ഥാനമാനങ്ങളില്ല, അതെന്തുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ? സ്ഥാനമാനങ്ങളിൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജനാധിപത്യ മതേതര പാർട്ടിയാണ്. ഈ പാർട്ടിയെ സംബന്ധിച്ച് നമ്മൾ ഒരു എല്ലാവരെയും ഉൾക്കൊണ്ടു പോവുക എന്നുള്ള ഒരു വിശാലമായ നയമാണ് പാർട്ടിയുടെ ചെയർമാൻ തന്നെ സ്വീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹത്തെയും നമ്മൾ പാർട്ടി വിരുദ്ധമായി അദ്ദേഹം പരസ്യമായി ഒരു പാർട്ടിക്കെതിരെ എങ്ങും ഫോറത്തിൽ സംസാരിച്ചിട്ടില്ല. പാർട്ടിയിൽ സജീവമല്ല, പാർട്ടി കേഡറിംഗ് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നില്ല ഒഴിച്ചാൽ പാർട്ടി വിരുദ്ധമായിട്ട് അദ്ദേഹം ഇതുവരെ എതിർത്ത് പബ്ലിക്കായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് നേരത്തെ BJP ബന്ധം ഉണ്ടായിരുന്നു, അങ്ങനെ വല്ല BJP ബന്ധം ഉള്ളതായിട്ട് നമുക്ക് അറിവില്ല. മുൻ നേതാവായിരുന്നു, പാർട്ടിയുടെ കേരള കോൺഗ്രസിൻ്റെ മുൻ നേതാവായിരുന്നു. അതിൽ പ്രത്യേകം ഞാൻ എടുത്തു പറയുന്നു, PJ ജോസഫ് നയിക്കുന്ന കേരള കോൺഗ്രസുമായി യാതൊരു ബന്ധവുമില്ല. സ്റ്റേറ്റ് നോമിനേറ്റർ ഇന്ന് രാവിലെ ആ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ നീക്കം ചെയ്തു.